റൂമിൽ കിടന്നായിരുന്നു. ഇത് കിടന്നില്ല, കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ എനിക്കൊരു കോൾ വന്നു, നീ വരുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സഫാരി പോകാം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു എൻ്റെ സാലറി വന്നിട്ടുണ്ട്, എടുത്തിട്ടില്ല, എന്ന് സഫാരി പോകണമെന്ന്. അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു നീ വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്നൊരു ഉടുപ്പ് എടുത്തിട്ട് ഓടും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ സലൂണിൻ്റെ വാതിലിൽ തന്നെ നിൽക്കുകയാണ്. അവർ ഇപ്പോൾ എത്തും. വന്നിട്ട് ഓടി വരുന്ന വഴിയില്ല ഞാൻ വിനുവിന് മെസ്സേജ് ചെയ്യാം, വിനു ഞാൻ സഫാരി പോവാം. ഇനി കണ്ടിട്ടില്ല. പിന്നെ പോയി സഫാരി പോയിട്ട് പെട്ടെന്ന് ഓടി തിരിച്ചു വരും. അപ്പോൾ കാറ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് കുറേ ദിവസം കൊണ്ട് വിളിക്കുന്നത് നീ വാന്ന്. ഞാനിങ്ങനെ ഒരു എനിക്ക് ടൈമില്ലല്ലോ, ബിസി ഗേളല്ലേ. അപ്പോൾ എനിക്ക് മെസ്സേജ് അപ്പം വിളിച്ചെന്നെ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ വാങ്ങിച്ചോ വാങ്ങാം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വന്നിട്ട് വാങ്ങുന്നില്ല, എന്തെങ്കിലും നോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ. വില ഇപ്പം ഉച്ചയായപ്പം വന്നു, എല്ലാം ബാക്ക് ടു നോർമലായി, എല്ലാം സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ. പക്ഷേ ഇവിടെ ഒരു 7:15 ആയപ്പം എല്ലാവർക്കും അലേർട്ട് മെസ്സേജ് വന്നു. അത് പിന്നെ അടിച്ചിങ്ങോട്ട്. സോ അപ്പോൾ ഇനി ലുലുവിൽ നല്ല എന്തൊക്കെയോ സാധനങ്ങൾ വെജിറ്റബിളും പിന്നെ മീറ്റും അതൊക്കെ വന്നിട്ടുണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ലുലു അത്യാവശ്യമായിട്ട് എന്താ പറയുന്നത്, റേറ്റ് എല്ലാവരെക്കാട്ടിലും കുറച്ചിട്ടേക്കുന്നത് ലുലു തന്നെയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ഇന്ന് പറഞ്ഞു ഇനി ഇതിപ്പോൾ ഇത് കഴിഞ്ഞാലും നമ്മൾ ലുലുവിലേ പോകത്തുള്ളൂ. മീൻസ് നമ്മുടെ മോശം സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, നമ്മൾ പിന്നെയും സപ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര എത്തിക്സ് നോക്കുന്നതാണ്. അതെന്ന് വെച്ചിട്ട് ഞാനൊരു ഗുഡ് ഗേളെന്ന് വെച്ചിട്ട് അതൊന്നുമില്ല, പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഇത് നോക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ കിടന്നിട്ട് ഡ്രസ്സ് വെച്ചിട്ട് ഓടി വിടുന്നു, പക്ഷെ ആളിവിടെ എത്തിയിട്ടില്ല. എന്ത് ചെയ്യുന്ന വണ്ടി ഓടിച്ചുകൊണ്ട് 70 പോയെന്നൊരു പിടിയില്ല. 5 മിനിറ്റ് എന്ന് പറഞ്ഞു. ഞാൻ 5 മിനിറ്റ് ഞാൻ പെട്ടെന്ന് അപ്പം തന്നെ ഡ്രസ്സ് വിട്ടിട്ട് ഓടി ഇങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക് എടുത്തത് ചുണ്ടത്തടിച്ചു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്ന് രാവിലെ ദീപിക പത്തുക്കോൺ സ്റ്റൈൽ നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിലിട്ട് കുറച്ച് കുങ്കുമൊക്കെ ഇട്ട് നോക്കിയതാണ്. പക്ഷെ അത് നമ്മൾ തുടച്ചിട്ടും ആ ലൈൻ അങ്ങോട്ട് മാറിയിട്ടില്ല. അമ്മേ അടിപൊളി. ഞങ്ങൾ സാലറി പിക്ക് ചെയ്യാൻ വന്നു. സാലറി വാങ്ങാൻ വന്നു, കളക്ട് ചെയ്യാൻ വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്ത് വാങ്ങും? കൊച്ചിന് എന്ത് വാങ്ങണ്ടേ? കൊച്ചിനൊന്നും വേണം. അടിക്കാലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അനൗൺസ് ചെയ്യുന്ന വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക്